പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് ഡീറ്റെയിൽസ് ആണ്. സ്മാക്ഡൗണിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പങ്കുവെക്കുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭം കുറിക്കുന്നത് ഗുന്തർ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഭാഗത്തോട് കൂടിയിട്ടാണ്. ഗുന്തർ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വിവാദപരമായിട്ടുള്ളൊരു തോൽവിയായിരുന്നു കോഡി റോഡ്സിനെതിരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ തുടർന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ അദ്ദേഹം ചെയ്തത്. ആ കമൻറ്റേഴ്സ് ടേബിളിലെ ഭാഗങ്ങളൊക്കെ എടുത്തെറിഞ്ഞുകൊണ്ട് കമൻറ്റേഴ്സ് ടേബിളിൽ കയറി നിന്നുകൊണ്ട് തനിക്ക് നീതി വേണം എന്നുള്ളതാണ് ഗുന്തർ ആവശ്യപ്പെട്ടത്. അങ്ങോട്ടേക്ക് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് വരുന്നു. റീമാച്ച് കളിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു. അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമെന്നോണം സാമി സെയിൻ കയറി വരുന്നു. സാമി സെയിന് ഇതിൽ യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും പാടില്ല എന്നുള്ളത് കോഡി റോഡ്സും ഗുന്തറും പറയുന്നുണ്ട്. പക്ഷേ സാമി സെയിൻ പറയുന്നുണ്ട് ഞാൻ ഇവിടം വിട്ട് പോകില്ല എന്നുള്ളത്. ഇങ്ങനെ സാമിയും ഗുന്തറും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ എത്തിച്ചത്. ആ ഒരു സമയത്ത് ഗുന്തറും സാമി സെയിനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഈ റിങ്ങിൻ്റെ പുറത്ത് നടക്കുന്ന സമയത്ത് കോഡി റോഡ്സ് സൂയിസൈഡ് ഡൈവ് എന്ന് പറയുന്ന ഒരു മൂവ് ഗുന്തറിനെതിരെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗുന്തർ സാമി സെയിനെ കോഡി റോഡ്സിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കോഡി റോഡ്സ് വന്ന് പതിക്കുന്നത് സാമി സെയിൻ്റെ ദേഹത്തേക്കാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സൗന്ദര്യ പിണക്കം എന്നോണം സാമിയും കോഡി റോഡ്സും തമ്മിലുള്ളൊരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. കോഡി റോഡ്സ് കൈ കൊടുക്കുന്ന ഒരു സമയത്ത് സാമി സെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യാതെ നടന്നു പോകുന്ന ഒരു മൊമെൻ്റാണ് തുടക്കത്തിലെ നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ദ മിസ് എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലർ ഡെൻ ഹാൻസൻ്റെ ആ പരീക്ഷണ മുറിയിലേക്ക് കയറി പോകുന്നതും ഡെൻ ഹാൻസനെ കാണാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള സാധനങ്ങളിൽ തൊടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മറ്റൊരു റൂമിൽ നിന്ന് ഡെൻ ഹാൻസൻ കയറി വരുന്നതും ഇവിടെയുള്ള വസ്തുക്കളിലൊന്നും തൊടാൻ പാടില്ല എന്നുള്ളത് മിസിനോട് ആവശ്യപ്പെടുന്നതായി കാണാൻ സാധിച്ചു. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് തട്ടിയിട്ട മിസ് അവസാനം ആ ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വൈദ്യുതിയൊക്കെ വരുന്ന ഭാഗത്ത് തൊട്ടപ്പോൾ ഷോക്കേറ്റ് വീഴുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റും കാണിച്ചിട്ടുള്ള ഒരു ഫണ്ണായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഗുന്തർ വളരെ ഫ്രസ്ട്രേഷനോട് കൂടി സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസിനോട് സംസാരിക്കുന്നു. നീതി വേണമെന്നുള്ളത് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുന്നു. നിക് ഓൾഡിസ് വേണ്ട രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ, ഒരു റീമാച്ച് തന്നില്ലെങ്കിൽ അത് നിയമപരമായി താൻ നേരിടും എന്നുള്ളതും നിക് ഓൾഡിസിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ഗുന്തർ പറയുന്നുണ്ട്. അപ്പോൾ നിക് ഓൾഡിസ് ഒരു സമ്മതം ഒന്നും കൊടുക്കാതെയാണ് ആ ഒരു ഭാഗം അവസാനിക്കുന്നത്. എന്താണ് നിക് ഓൾഡിസ് തീരുമാനിക്കാൻ പോകുന്നത് എന്നൊന്നും പറയുന്നില്ല. എന്തായാലും ഗുന്തർ നീതി വേണം, റീമാച്ച് വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. തിരികെ റിങ്ങിലേക്കുള്ള ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ റൗണ്ടിലെ ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജഡ്ജിയുടെ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അറഗിൽ റോഡ്രിഗസ്, കിയാന ജെയിംസ്, ഫേറ്റൽ ഇൻഫ്ലുവൻസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലീഡറായ ജെയ്സി ജെയിൻ, ബെയ്ലി തുടങ്ങിയവരായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ റഗിൽ റോഡ്രിഗസ് ഒരു ഗംഭീര പ്രകടനത്തോടു കൂടി വിജയം കരസ്ഥമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നല്ല മത്സരമായിരുന്നു, നല്ല ഫൺ ആൻഡ് എൻ്റർടൈനിങ് മത്സരമായിരുന്നു. മത്സരത്തിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറയുന്നത് മത്സരത്തിൻ്റെ അവസാന ഭാഗത്ത് കിയാന ജെയിംസ് എങ്ങനെയെങ്കിലും മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളൊരു തന്ത്രം സ്വീകരിച്ചുകൊണ്ട് കിയാന ജെയിംസ് പിൻ ചെയ്യുന്ന സമയത്ത് ആ കാലെടുത്ത് റോപ്പിലേക്ക് വെച്ചിട്ട് ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കിയാന ജെയിംസിൻ്റെ ആ ഒരു കാല് ജെയ്സി ജെയിൻ തട്ടിക്കളയുന്നു. ഇതേ സമയത്ത് ജെയ്സി ജെയിനെ ജൂലിയ വന്ന് തള്ളി മാറ്റുന്നുണ്ട്. അപ്പോൾ കാലിൽ തട്ടിക്കളഞ്ഞത് അത് ജൂലിയ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കിയാന ജെയിംസ് ജൂലിയയുമായിട്ടൊരു വാക്ക് തർക്കം ഉണ്ടാകുന്നു. ഈ അവസരം ബെയ്ലി മുതലെടുക്കുന്നു. പക്ഷേ അവസാനം വിജയം നേടിയെടുക്കാൻ സാധിച്ചത് റഗൽ റോഡ്രിഗസിനായിരുന്നു. അങ്ങനെ റഗൽ റോഡ്രിഗസ് ഈ ഒരു ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ വിജയിച്ചു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് റിങ്ങിന് പുറത്ത് വെച്ച് നടക്കുന്നു. അതേ സമയത്ത് റിങ്ങിൽ ജൂലിയയും കിയാന ജെയിംസും തമ്മിലുള്ള ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്നു. അവസാനം കിയാന ജെയിംസിനെ ജൂലിയ അടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മൊമെൻറ്റും പോയി. കിയാന ജെയിംസിനെ വില്ലനാക്കിയിട്ടും ജൂലിയയെ ഒരു ഹീറോയാക്കിയിട്ടുമായിരിക്കും ഈ ഒരു സ്റ്റോറിയിൽ അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. തിരികെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ആ ഓപ്പണിംഗ് സെഗ്മെൻറ്റിൽ നടന്ന വലിയ ഫൈറ്റിനെ സംബന്ധിച്ചും കോഡി റോഡ്സ് സാമിയോട് ചൂടായതിനെ സംബന്ധിച്ചും കോഡി റോഡ്സ് മോശപ്പെട്ട രീതിയിൽ പെരുമാറി എന്നുള്ളതിനെ സംബന്ധിച്ചുമുള്ള സാമി സെയിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ പതിവ് പോലെ ജോണി ഗർഗാനയോടാണ് സാമി സെയിൻ സംസാരിക്കുന്നത്. കാരണം ജോണി ഗർഗാനയ്ക്ക് തിരിച്ചൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ എല്ലാ നിരാശയും എല്ലാ ആ ഒരു സങ്കടവും ജോണി ഗർഗാനയോടാണ് പങ്കുവെക്കുന്നത്. ആ ഒരു സമയത്ത് നിക് ഓൾഡിസ് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ നിക് ഓൾഡിസുമായിട്ട് സംസാരിക്കണം എന്നുള്ളത് സാമി ആവശ്യപ്പെടുമ്പോൾ താൻ മറ്റൊരു മീറ്റിംഗിലേക്ക് കടക്കുകയാണ് എന്ന് നിക് ഓൾഡിസ് പറയുന്നു. തന്നേക്കാൾ വലിയ മീറ്റിംഗ് നടത്താൻ ആരാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചാഡ് ഗേബിളിനെയാണ് അവിടെ കാണിക്കുന്നത്. ചാഡ് ഗേബിൾ സ്മാക്ഡൗൺ റോസ്റ്ററിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ സൂചന നൽകിക്കൊണ്ട് നിക് ഓൾഡിസും ചാഡ് ഗേബിളും തമ്മിലുള്ള ഒരു മീറ്റിംഗിലേക്ക് കടക്കുന്ന ഒരു ഭാഗം കൂടി
കാണിക്കുന്നു. തിരികെ ഒരു മത്സരത്തിലേക്കാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് കടക്കുന്നത്. റോയ്സ് കീസ് വേഴ്സസ് ടോള ടോങ്ക തമ്മിലുള്ള മത്സരം. MFT ടീമിലെ ടാമ ടോങ്കയും ലീഡറായ സോളോ സിക്കോവയും ടോള ടോങ്കയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടാണ് ടോള ടോങ്ക റോയ്സ് കീസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നത്. ടോള ടോങ്ക ഇതുവരെ ഒരു 1-on-1 മത്സരത്തിൽ സ്മാക്ഡൗണിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. അപ്പോൾ ടോള ടോങ്ക ഈ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഈ റോയ്സ് കീസിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ടോള ടോങ്കയും ചേർന്നിട്ടുള്ള ഒരു ആക്രമണം കാഴ്ചവെക്കുന്ന സമയത്ത് R-Truth റോയ്സ് കീസിനെ സഹായിക്കാൻ വേണ്ടി വരുന്നു. എന്നാൽ R-Truthനെയും MFT ടീം ആക്രമിക്കുന്നു. ഈ സമയത്ത് ഡാമിൻ പ്രീസ്റ്റ് വന്നിട്ട് R-Truthനെ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം MFT ടീം ടാമ ടോങ്ക അദ്ദേഹത്തിൻ്റെ ഫിനിഷർ അടിച്ചുകൊണ്ട് റോയ്സ് കീസിനെ ആക്രമിക്കുന്നു. ഡാമിൻ പ്രീസ്റ്റും ആർത്രൂത്തിന് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഡാമിൻ പ്രീസ്റ്റ് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു മൊമെൻറ്റും കാണിച്ചിട്ട് ഇവരുടെ ആ ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു. റഗൽ റോഡ്രിഗസ് വിജയിച്ച ഒരു സന്തോഷത്തിൽ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് കടന്നതിൻ്റെ സന്തോഷത്തിൽ ഈ ജഡ്ജിയുടെ ടീമിലെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് തന്നെയായിരുന്നു. R-Truth എന്തിനാണ് റോയ്സ് കീസിൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാൾ കൂടിയായ ഡാമിൻ പ്രീസ്റ്റ് R-Truthനോട് ചോദിക്കുമ്പോൾ റോയ്സ് കീസ് തൻ്റെ സഹോദരനെ പോലെയാണ്, റോയ്സ് കീസിനെ താൻ നല്ലൊരു ഉറ്റ സുഹൃത്തിനെ പോലെയാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ താൻ ഇടപെടും എന്നുള്ളതാണ് R-Truth കൊടുക്കുന്ന ഒരു മറുപടി. അപ്പോൾ സോളോ സിക്കോവയുമായിട്ട് അടുക്കാനാണ് റോയ്സ് കീസ് എപ്പോഴും ശ്രമിക്കുന്നത്. അത് നിനക്ക് ഇപ്പോൾ മനസ്സിലാകില്ല, വെറുതെ പോയിട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കണ്ട എന്നുള്ളത് R-Truthന് ഒരു അഡ്വൈസ് പോലെ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ റോയ്സ് കീസുമായിട്ട് അടുത്താൽ നമുക്ക് നല്ലതുപോലെ നിൽക്കാമെന്നും MFT ടീമിനെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാമെന്നും ട്രൂത്ത് പറയുന്നുണ്ടെങ്കിലും അതിന് വില കൊടുക്കാതെ ഡാമിൻ പ്രീസ്റ്റ് അവിടെ വിട്ട് പോകുന്നു. അങ്ങോട്ടേക്ക് AAAയുടെ പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാരായ വാർ റൈഡേഴ്സ് എന്ന് പറയുന്ന ടീം വരുന്നു. അവർ ഈ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ R-Truth, ഡാമിൻ പ്രീസ്റ്റ് തുടങ്ങിയവരുടെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. R-Truthനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റും കാണിച്ചുകൊണ്ടാണ് സ്മാക്ഡൗണിലെ ആ ഒരു ഭാഗം അവസാനിക്കുന്നത്. തിരികെ റിങ്ങിലെ ഒരു സെഗ്മെൻറ്റിലേക്കാണ് എത്തുന്നത്. WWE വുമൻസ് ചാമ്പ്യനായ റിയ റിപ്ലിയുടെ സെലിബ്രേഷൻ സെഗ്മെൻറ്റ്. അങ്ങനെ റിയ റിപ്ലി റിങ്ങിലേക്ക് വരുന്നു. ജേഡ് കാർഗിലിനെ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. കാലിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്കുണ്ട് എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് ഷാർലറ്റ് ഫ്ലെയർ വരുന്നു. ഷാർലറ്റ് റിയയെ സഹായിച്ചതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. ഷാർലറ്റിന് സമ്മർ സ്ലാമിൽ റിയയുടെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അവിടേക്ക് അപ്രതീക്ഷിതമെന്നോണം വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനും കൂടി കയറി വരുന്നു. ടിഫനി സ്ട്രാറ്റനും റിയ റിപ്ലിയുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ജേഡ് കാർഗിൽ, മീച്ചിൻ, B5 തുടങ്ങിയവർ വരുന്നു. ഇവരുടെ ഒരു വാക്ക് തർക്കം അവസാനം ഒരു ടാഗ് ടീം മത്സരത്തിലേക്കാണ് പോകുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനും ഷാർലറ്റ് ഫ്ലെയറും ടീം ആയിക്കൊണ്ട് ജേഡ് കാർഗിൽ, മീച്ചിൻ തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരം. ഏവറേജിനേക്കാൾ താഴെ മാത്രം നമ്മൾ കാണുന്ന ഒരു നോർമൽ ഒരു വുമൻസ് ടാഗ് ടീം മത്സരം മാത്രമായിരുന്നു ഇത്. മത്സരത്തിൽ ഈ ടിഫനി സ്ട്രാറ്റനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജേഡ് കാർഗിൽ ആ തരത്തിൻ്റെ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ജേഡ് കാർഗിൽ പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിലും സ്മാക്ഡൗണിൽ വളരെ ഡൊമിനൻ്റ് ആക്കിയിട്ടാണ് ജേഡ് കാർഗിലിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്താണ് കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് എന്നും ക്വീൻ ഓഫ് ദ റിംഗിൽ ജേഡ് കാർഗിൽ, ഷാർലറ്റ്, ടിഫനി സ്ട്രാറ്റൻ തുടങ്ങിയവരുടെയൊക്കെ ഭാവി എന്തായിരിക്കും എന്നുള്ളതും ഇനിയൊരു ക്യൂരിയോസിറ്റി ആക്കിയിട്ടാണ് സ്മാക്ഡൗണിൽ അവസാനിപ്പിച്ചത്. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് പോകുന്നത്. ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കാതിരുന്ന ഫെറ്റൽ ഇൻഫ്ലുവൻസ് ലീഡർ കൂടിയായ JC ജെയിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിന് ശ്രമിച്ച കാത്തി കെലിയോട് JC ജെയിൻ ചൂടാക്കുന്നതും അവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരുന്ന വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരെ പേജ്, ബ്രീവെല തുടങ്ങിയവരുടെ അടുത്തേക്ക് ഫെറ്റൽ ഇൻഫ്ലുവൻസ് കടക്കുന്നതും അവരുടെ ചൂടാകുന്നതും തുടർന്നൊരു ഫൈറ്റ് ഉണ്ടാകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഫെറ്റൽ ഇൻഫ്ലുവൻസ് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനാണ് ഇനി അടുത്തതായിട്ട് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. JC ജെയിൻ എന്തായാലും മെയിൻ ഇവൻ്റ് തലത്തിൽ ഈ മെയിൻ സ്റ്റോറിയിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. അത്തരത്തിലുള്ളൊരു ബാക്ക് സ്റ്റേജ് അറ്റാക്കിംഗ് സെഗ്മെൻറ്റും കൂടി ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിക്കുകയുണ്ടായി. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. റോയ്സ് കീസ് R-Truthനെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ റോയ്സ് കീസും ഡാമിൻ പ്രീസ്റ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളത് റോയ്സ് കീസിനോട് R-Truth ആവശ്യപ്പെടുന്നു. പക്ഷേ
ഡെമിൻ പ്രീസ്റ്റ് അതിനെ ഒരുക്കമായിരിക്കില്ല എന്നുള്ള രീതിയിലാണ് റോയ്സ് കീസ് കൊടുക്കുന്ന ഒരു മറുപടി. എന്തായാലും ഡെമിൻ പ്രീസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര കുഴപ്പക്കാരനല്ല എന്നുള്ളത് റോയ്സ് കീസിനോട് ആർട്രൂത്ത് പറയുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്നാൽ മാത്രമേ MFT ടീമിനെതിരെ പോരാടാൻ സാധിക്കൂ എന്നുള്ളതും റോയ്സ് കീസിനോട് ആർട്രൂത്ത് പറയുന്നുണ്ട്. പക്ഷേ ഡെമിൻ പ്രീസ്റ്റിനെ നമ്മുടെ കൂടെ നിർത്താൻ അത്ര എളുപ്പമല്ല എന്ന് റോയ്സ് കീസ് മനസ്സിലാക്കി എന്നുള്ളതും റോയ്സ് കീസ് പറയുന്നുണ്ട്. കൂടാതെ ഡെമിൻ പ്രീസ്റ്റിന് ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇപ്പോൾ ഡെമിൻ പ്രീസ്റ്റ് ചെയ്യുന്നതിൻ്റെ വിപരീത ഫലം അദ്ദേഹം അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഈ റോയ്സ് കീസ് ആർട്രൂത്തിന് ഒരു അഡ്വൈസ് പോലെ കൊടുത്ത് അവിടെ വിട്ട് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കാണാൻ സാധിച്ചത്. സ്മാക്ഡൗണിൽ പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സിംഗിൾസ് മത്സരം കാർമെലോ ഹെയ്സ് വേഴ്സസ് റിക്കി സയൻസ് തമ്മിലുള്ള മത്സരമായിരുന്നു. നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള കുറേയധികം മൂവ്സ് ചെയ്ത് പോയിട്ടുള്ള ഒരു മത്സരത്തിൽ കഴിഞ്ഞ വട്ടത്തെ ഡബിൾ കൗണ്ട് ഔട്ടിന് ഒരു വിപരീത ഫലം എന്നോണം റിക്കി സയൻസ് കാർമെലോ ഹെയ്സിനെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചത്. പക്ഷേ വിജയിച്ച ഒരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ കാർമെലോ ഹെയ്സിൻ്റെ ആ ഒരു ടൈറ്റ്സിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് റിക്കി സയൻസ് വിജയം കരസ്ഥമാക്കുന്നത്. അപ്പോൾ ഒരു റീമാച്ച് ഇവരുടെ സ്റ്റോറി ഇനിയും പോകുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയും നൽകിയിട്ടുണ്ട്. എന്തായാലും കാർമെലോ ഹെയ്സിന്മേൽ റിക്കി സയൻസിന് ഒരു വിജയം കൂടി നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ച റിസൾട്ട്. സ്മാക്ഡൗൺ വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിലേക്ക് പോകുന്നു. വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റിനെ ചെൽസി ഗ്രീൻ എന്ന് പറയുന്ന മുൻ ചാമ്പ്യൻ വന്നിട്ട് കാണുന്നു. ചെൽസി ഗ്രീന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ടിഫനി സ്ട്രാറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച ഒരു സഹായത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. ഇപ്രാവശ്യത്തെ മത്സരത്തിലും അങ്ങനെ ഒരു സഹായം ഉണ്ടാകുമോ, തൻ്റെ കൂടെ വരുമോ എന്ന് ടിഫനിയോട് ചോദിച്ച ചെൽസി ഗ്രീന് അത്ര പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയല്ല ടിഫനിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. താൻ ഇപ്പോഴും ചെൽസിയുമായിട്ട് ടീമാകാനുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ടിഫനി പറയുന്നു. ചെൽസി ഒറ്റയ്ക്ക് പോയിട്ട് മത്സരിക്കണം എന്നുള്ളതും ടിഫനി പറയുന്നു. തൻ്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വിടണം എന്നുള്ളതും ടിഫനി ചെൽസിയോട് ഒരു റിക്വസ്റ്റ് പോലെ പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. പിന്നീട് ഇതിനെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നത് ചെൽസി ഗ്രീൻ വേഴ്സസ് ലാഷ് ലെജൻഡ് തമ്മിലുള്ള മത്സരമായിരുന്നു. നയ ജാക്സിനെ കഴിഞ്ഞ സ്മാക്ഡൗണിൽ അട്ടിമറിച്ച ചെൽസി ഗ്രീന് ടിഫനി സ്ട്രാറ്റിൻ്റെ സഹായം അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വരില്ല എന്നുള്ളത് ടിഫനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും മത്സരത്തിൻ്റെ അവസാനം ടിഫനിയുടെ ഒരു വരവ് പ്രതീക്ഷിച്ച ആരാധകർ കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ അവർക്കൊരു നിരാശ മാത്രമാണ് ലഭിച്ചത്. ലാഷ് ലെജൻഡ് പിൻഫോളിലൂടെ ചെൽസി ഗ്രീനെ പരാജയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ടിഫനിയുടെ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. സ്മാക്ഡൗൺ വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കാണ് കടക്കുന്നത്. അവിടെ റോയ്സ് കീസും സോളോ സിക്കോവയും തമ്മിലുള്ള ഒരു സംസാരമാണ് കാണാൻ സാധിക്കുന്നത്. സോളോ സിക്കോവ ഇതുവരെ റോയ്സ് കീസിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തിട്ടില്ല. ടോളോട്ടോങ്കയും ഒക്കെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും റോയ്സ് കീസും സോളോ സിക്കോവയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. സോളോ സിക്കോവ ആവശ്യപ്പെടുന്നത് ഈ MFT ടീമിലേക്ക് റോയ്സ് കീസിനോട് ജോയിൻ ചെയ്യാനാണ്. കാരണം ജക്കബ് ഫാറ്റുവിനെ ഇപ്പോൾ റോമൻ റെയിൻസ് ട്രീറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ, നിൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസ് നിന്നെയും ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ റോമൻ റെയിൻസിനെതിരെയും ബ്ലഡ് ലൈനെതിരെയും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ MFT ടീമിൽ ജോയിൻ ചെയ്യാനാണ് സോളോ റോയ്സ് കീസിനോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം ഉണ്ടാക്കി തന്നത് ഞാനാണ്. നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ നിന്നെ വിളിക്കുന്നതും ഞാനാണ്, അല്ലാതെ അത് ഊസോസോ റോമൻ റെയിൻസോ അല്ല. അപ്പോൾ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടം വെച്ച് അവസാനിപ്പിക്കാം എന്നുള്ളത് ഒരു റിക്രൂട്ട്മെൻറ്റ് ഒരു ഓഫർ പോലെ സോളോ മുന്നോട്ടേക്ക് വെക്കുന്നു. പക്ഷേ അതിനുള്ളൊരു മറുപടി യെസ് ഓർ നോ എന്നുള്ളത് ഇപ്പോൾ റോയ്സ് കീസ് കൊടുത്തിട്ടില്ല. സ്റ്റോറി ഇനിയും ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് അവർ കൊണ്ടുപോകും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ചാഡ് ഗേബിൾ ഒരിക്കൽ കൂടി സ്ക്രീനിലേക്ക് വരുന്നു. AAA ക്രൂസർ വെയ്റ്റ് ചാമ്പ്യനായിട്ട് പുതുതായി വിജയിച്ച റേ ഫിനിക്സ് ഫ്രാക്സിയം എന്ന ടീമിനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഫ്രാക്സിയം ടീമിനോട് അവിടെ നിന്ന് ജസ്റ്റ് മാറാനും റേ ഫിനിക്സിനോട് തനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് ചാഡ് ഗേബിൾ പറയുന്നു. അപ്പോൾ റേ ഫിനിക്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ചാഡ് ഗേബിൾ അവിടെ ശ്രമിക്കുന്നത്. കൂടാതെ ലുച്ച ലിബ്രെ മെക്സിക്കൻ റെസ്ലേഴ്സിൻ്റെ ആ ഒരു കൾച്ചറിനെ താൻ അപമാനിച്ചുവെന്നും തനിക്കിപ്പോൾ അതിൽ വലിയ വിഷമമുണ്ട് എന്നും താൻ മാപ്പ് പറയുകയാണ് എന്നുള്ളതും പറയുന്നു. അപ്പോൾ റേ ഫിനിക്സ് പറയുന്നുണ്ട് താനത് ഒരു ബഹുമാനത്തോടു കൂടി ആ ഒരു അപ്പോളജി താൻ ഏറ്റെടുക്കുന്നു. പക്ഷേ നീ ചെയ്തത് ഇത്തരത്തിൽ തന്നോട് മാത്രമല്ല മറ്റ് ആളുകളോടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നീ ഇനി ഒരു മാപ്പ് പറച്ചിൽ നടത്തേണ്ടി വരുമെന്നുള്ളതും റേ ഫിനിക്സ് ചാഡ് ഗേബിളിനോട് പറയുന്നുണ്ട്. അപ്പോൾ ചാഡ് ഗേബിൾ പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ പഴയ കഥാപാത്രത്തിലേക്ക് നോർമൽ ക്യാരക്ടറിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ഫേസ് ആണോ ഹീലാണോ എന്നുള്ളത് ഇനിയുള്ള സ്മാക്ഡൗൺ റോ എപ്പിസോഡുകളിലായിരിക്കും കണ്ടറിയാൻ പോകുന്നത്. മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസും തമ്മിലുള്ള ഒരു മീറ്റപ്പാണ് നടക്കുന്നത്. അപ്പോൾ ഗുന്തറിൻ്റെ അഡ്വക്കേറ്റ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗുന്തറിന് റീമാച്ച് വേണമെന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സ്റ്റിപ്പുലേഷൻ ഗുന്തർ പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് കോഡി ചോദിക്കുമ്പോൾ ആ ഒരു കണ്ടീഷൻ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലായിരിക്കും വെളിപ്പെടുത്തുക എന്ന് പറയുന്നു. അപ്പോൾ ഒരു ചാമ്പ്യൻ എന്ന താൻ ഇനിയും ഒരു കണ്ടീഷന് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ് കോഡി റോഡ്സ് പരിഹാസ രൂപേണ നിക് ഓൾഡിസിനോട് ചോദിക്കുന്നത്.
ചോദിക്കുന്നത്. എന്തായാലും ആ ഒരു സ്റ്റിപ്പുലേഷൻ അടുത്ത ആഴ്ച മാത്രമേ അറിയാൻ സാധിക്കൂ എന്നുള്ളതും നിക്ക് ഓൾഡിസ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്ത് സ്റ്റിപ്പുലേഷൻ ആയിരിക്കും ഇവർ ആഡ് ചെയ്യാൻ പോകുന്നത്? ഈ കഴിഞ്ഞ ഡ്രൂ മാക്കിൻഡയർ കെവിൻ ഓവൻസ് സ്റ്റോറി ലൈനിലേക്ക് കൊണ്ടുവന്ന അതേ പാറ്റേൺ തന്നെയാണ് കോഡി റോഡ്സിൻ്റെ സ്റ്റോറിക്ക് വേണ്ടി ഇപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു കോഡി റോഡ്സ് എന്ന് പറയുന്ന ചാമ്പ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ടൈറ്റിൽ റണ്ണ് വളരെ ബോറടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടില്ലേ? നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ റൗണ്ടിലെ മത്സരമായിരുന്നു. നിലവിലെ AAA മെഗാ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റീരിയോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസ്, വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ദ വിഷൻ ടീമിൻ്റെ ലീഡർ കൂടിയായ ബ്രോൺ ബ്രേക്കർ, WWE ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഡാമിയൻ പ്രീസ്റ്റ് തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പങ്കെടുത്ത എല്ലാവരും വ്യത്യസ്ത ബ്രാൻഡുകളുടെ വ്യത്യസ്ത ചാമ്പ്യന്മാർ എന്നുള്ള വലിയ പ്രത്യേകതയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4 റെസ്ലേഴ്സിൽ ആരെ വിജയിപ്പിച്ചാലും അതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. പക്ഷേ എല്ലാവരും ഒരു ഫേവറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ബ്രോൺ ബ്രേക്കറിനെയായിരുന്നു. കാരണം ബ്രോൺ ബ്രേക്കറിനെയായിരുന്നു കമ്പനിയുടെ അടുത്ത മുഖമെന്ന നിലയിലേക്ക് ഇപ്പോൾ കമ്പനി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെറ്റൽ ഫോർവേയിലൊക്കെ വിജയിച്ച് കിങ് ഓഫ് ദ റിംഗിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് വരെ ബ്രോൺ ബ്രേക്കർ എത്തുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. അത്തരത്തിലുള്ള ഒരു റിസൾട്ടുമാണ് നമ്മൾ കാത്തിരുന്നത്. പക്ഷേ അട്ടിമറി വിജയം ഡാമിയൻ പ്രീസ്റ്റിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡൊമിനിക് മെസ്റ്റീരിയോ നേടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അട്ടിമറി വിജയം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അട്ടിമറി വിജയം. ബ്രോൺ ബ്രേക്കറിനെ എന്തായാലും പിൻ ചെയ്തിട്ട് വിജയിച്ചില്ല എന്നുള്ളത് നല്ലൊരു കാര്യം. ട്രിക് വില്യംസിനെയും പിൻ ചെയ്തിട്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തില്ല എന്നുള്ളത് നല്ലൊരു കാര്യം. അപ്പോൾ ഫോർമർ ജഡ്ജ്മെൻറ്റിൻ്റെ ടീം മെമ്പർ കൂടിയായിരുന്ന ഡാമിയൻ പ്രീസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിൻഫോളിലൂടെ പിൻ ചെയ്തിട്ട് വിജയിച്ച ഡൊമിനിക്കിൻ്റെ ഒരു ഭാഗം കാണിച്ചത് കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കുമെന്നെങ്കിലും, അതായത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് സമ്മാനിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഈ അടുത്ത മത്സരത്തിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. കാരണം ഡൊമിനിക് മെസ്റ്റീരിയോ നേരിടാൻ പോകുന്നത് ഒബാഫെമിയാണ്. ഇനി ഡൊമിനിക്കിനെ ഒബാഫെമിയെ പരാജയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ സാക്ഷാൽ ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ പ്രാവശ്യത്തെ പോലെ ഈ ജെഡ്യുടെ ടീമിലെ ലിക് മോർഗൻ, JD മെക്ഡോണാൾഡ് തുടങ്ങിയവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് ഒബാഫെമിക്കെതിരെ അവർക്ക് നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല താരത്തിൻ്റെ കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൊമിനിക്ക് എന്തായാലും അടുത്ത റൗണ്ട് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ബീസ്റ്റിൻ്റെ സഹായം വേണ്ടി വരും. അതെന്തായാലും ലഭിക്കാനും സാധ്യത കുറവാണ്. അപ്പോൾ ഡൊമിനിക് മെസ്റ്റീരിയോയുടെ അട്ടിമറി വിജയത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നത്. നല്ല നല്ല മത്സരങ്ങൾ കാണാൻ സാധിച്ചു. കുഴപ്പമില്ലാത്ത സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പതിവ് പോലെ നമുക്കൊരു എൻഗേജിങ് ആയിട്ടുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ് ഇപ്രാവശ്യവും കാണാൻ സാധിച്ചില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.